ഗാസ ഏറ്റെടുക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കടുത്ത വിവാദങ്ങൾക്കും എതിർപ്പിനും ഇടയാക്കിയിരുന്നല്ലോ. ഗാസ സ്വന്തമാക്കുകയും വാങ്ങുകയും ചെയ്യുക, പുനർനിർമ്മിക്കുക, മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഗാസയെ വികസിപ്പിക്കുന്നതിനായി വിട്ടുനൽകുക എന്നിവയാണ് ട്രംപിന്റെ നിർദ്ദേശം. ഗാസയിലെ ജനങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് നൽകിയാൽ അവർ അവിടെ നിന്ന് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇപ്പോഴത്തെ ട്രംപിന്റെ ഗാസയുടെ മേലുള്ള നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. ഗാസ പിടിച്ചെടുക്കാനുള്ള തന്റെ പദ്ധതി ഫലപ്രദമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. അതിനുള്ള വഴിയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന പദ്ധതികൾ, പക്ഷേ ഞാനത് ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, ശുപാർശ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ട്രംപ് ഫോക്സ് ന്യൂസ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ട്രംപും അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ഉപദേശകരും തമ്മിലുള്ള ചർച്ചകളിൽ നിന്നാണ് ഇതിന്റെ വേരുകൾ. ഗാസയുടെ തീരദേശ സ്വത്ത് വളരെ വിലപ്പെട്ടതായി അദ്ദേഹം കാണുന്നു. ഇസ്രായേൽ പലസ്തീനികളെ മുനമ്പിൽ നിന്ന് നെഗേവ് മരുഭൂമിയിലേക്കും ഈജിപ്തിലേക്കും മാറ്റണമെന്നും തുടർന്ന് ഗാസ വൃത്തിയാക്കണമെന്നും കുഷ്നർ നിർദ്ദേശിച്ചു. അറബ് സർക്കാരുകളും മറ്റ് ലോകശക്തികളും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റമായി കാണുന്ന ചില റിപ്പബ്ലിക്കന്മാർ പോലും ഈ നിർദ്ദേശത്തിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും കോടിക്കണക്കിന് ഡോളർ ചിലവാകുമെന്നും മേഖലയിൽ അക്രമം വർദ്ധിപ്പിക്കുമെന്നും വിമർശകർ വാദിക്കുന്നു. ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹമാസും രംഗത്തെത്തി. ഗാസ വിൽക്കാനും വാങ്ങാനുമുള്ള ഒന്നല്ലെന്നും പലസ്തീൻ ഗാസയുടെ അവിഭാജ്യ ഘടകമാണെന്നും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസാദ് അൽ റഷിഖ് പ്രസ്താവിച്ചു. ട്രംപിന്റെ പലസ്തീൻ കുടിയിറക്കൽ പദ്ധതികളെ പരാജയപ്പെടുത്തുമെന്നും റാഷിഖ് കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ്. അബ്രഹാം ഉടമ്പടികൾ വികസിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ഇത് തടസ്സപ്പെടുത്തിയേക്കാം. പ്രത്യേകിച്ച് സൗദി അറേബ്യ പലസ്തീനികളെ മുനമ്പിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി നിരാകരിക്കുന്നതായി പ്രഖ്യാപിച്ചതിന് ശേഷം. മാത്രമല്ല, ജോർദാനിലും ഈജിപ്തിലും ട്രംപിന്റെ സമ്മർദ്ദം ഈ രാജ്യങ്ങൾക്കുള്ളിൽ സഖ്യകക്ഷികളുടെ അസ്വസ്ഥതകൾക്ക് ഇടയാക്കും. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പദ്ധതി തടയാൻ അറബികൾ ഈ നിർദ്ദേശത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഗാസ മുനമ്പിലെ ഉപരോധം തകർക്കുകയും അവിടെയുള്ള താമസക്കാർക്ക് സഹായവും ആശ്വാസവും നൽകുക, ഗാസയുടെ പുനർനിർമ്മാണം കൈകാര്യം ചെയ്യുന്നതിന് ഒരു സ്ഥാപനം സ്ഥാപിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെട്ടേക്കാം. പലസ്തീനികൾ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പുനർനിർമ്മിക്കുകയും ഇസ്രായേലിനെതിരെ നഷ്ടപരിഹാര കേസുകൾ ഫയൽ ചെയ്യുകയും വേണം. എന്തായാലും ഗാസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതി വിവാദപരമായ വിഷയമാണ്. അത് വ്യാപകമായ എതിർപ്പിന് കാരണമായെന്നും ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇവയിൽ നിന്നും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ്. അറബികളും പലസ്തീനികളും അവരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ഈ നിർദ്ദേശത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്.